ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് പോകുമ്പോഴും ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഓർക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം കണ്ടത് സെപ്റ്റംബർ 1 മുതൽ 9 വരെ പഠിച്ച ആ വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അത് പ്രയോജനകരമാണ്. കാരണം വചനം ഒരിക്കൽ കൂടി പഠിക്കുകയും പഠിച്ച വചനങ്ങൾ മറന്നുപോയെങ്കിൽ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഞാൻ നടത്തുന്നത്. ഓരോ ഇടവേളകളിലും അങ്ങനെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇന്ന് നാം വീണ്ടും പുതിയ വചനം പഠിക്കുകയാണ്. അത് ഹെബ്രായ ലേഖനം. ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള വചനങ്ങൾ പഠിക്കാം. ഹെബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 1 വാക്യം എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. എല്ലാവർക്കും സുപരിചിതമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അതാണ് ആ വചനം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. The letter of Hebrews chapter 11 verse 1. Faith is the assurance of things hoped for, the conviction of things not seen. കാണപ്പെടാത്തത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തെ നാം കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ചിലർ പറയാറില്ല, ഇലക്ട്രിസിറ്റി തൊട്ട് നോക്കിയിട്ടുണ്ടോ? തൊട്ട് നോക്കാൻ ആർക്കും സാധിക്കില്ല. അത് അനുഭവിച്ചത് അതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു എക്സാമ്പിളാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് അതിലൊക്കെ എത്രയോ വലുതാണ്. ആ ദൈവമുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും വിശ്വാസത്തോടെ, അബ്രാഹാം കാത്തിരുന്ന വിശ്വാസം നമുക്കറിയാം. അബ്രാഹാം തനിക്ക് കിട്ടിയ വാഗ്ദാനം, ഒരു കുഞ്ഞ് ലഭിക്കുമെന്നുള്ള വാഗ്ദാനം വർഷങ്ങളോളം കാത്തിരുന്ന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പം നമുക്കൊക്കെ ദൈവത്തിലൊരു വിശ്വാസം വേണം. അത് ബ്ലൈൻഡ് ആയിരിക്കണം. കാരണം ഹീസ് ഗാഡ്, ദൈവമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ വിശ്വാസത്തോടെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്കും എനിക്കും വിശ്വാസത്തോടെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്കാവശ്യമുള്ളതെല്ലാം, നിങ്ങൾക്കും എനിക്കും ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. അപ്പം നമുക്ക് ആവശ്യം എന്താണെന്നും ആ വിശ്വാസത്തോടെ ചോദിക്കേണ്ടത് എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. വിശ്വാസത്തോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. ആ വിശ്വാസം നിങ്ങളുടെ വഴികളിൽ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും, നിങ്ങൾക്ക് ഒരു ശക്തി പകരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വിശ്വാസത്തിൻ്റെ വചനങ്ങളാണ് പഠിക്കുന്നത്. വിശ്വാസത്തിൽ മുന്നേറാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.